Hi everyone, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബട്ടർ മിൽക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇവിടെ ഞാനിപ്പോൾ ഹോം മെയ്ഡ് ബട്ടർ മിൽക്കാണ് തയ്യാറാക്കിയത്. ഇതിവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പാലൊക്കെ ഒന്ന് പിരിഞ്ഞ പോലെ ഇരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 6 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കൊക്കോ പൗഡറും യൂസ് ചെയ്യാം. കേക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂണിൽ കുറവ് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു അരിപ്പയിൽ ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഹോം മെയ്ഡ് ബട്ടർ മിൽക്കാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ള് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചെറിയ ചൂട് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കപ്പിൽ കുറവ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ അളവുണ്ടാകും. ഒരു മുട്ട എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ ഇതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇപ്പോൾ. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഇതുപോലത്തെ 6 മഗ്ഗാണ് എടുത്തത്. ഇതിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതിൽ നിറയെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നിറയെ ഒഴിച്ചു കൊടുത്താൽ മാവ് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ഭാഗം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്റർ മഗ്ഗിൽ ഒഴിച്ചതിന് ശേഷം മഗ് ഒന്ന് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ബാറ്റർ ഇവിടെ ഇപ്പം എല്ലാ മഗ്ഗിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിത് ഇവിടെ ഇപ്പം ബേക്ക് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് പാത്രത്തിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തത്. ഇതിലേക്ക് എല്ലാ മഗ്ഗും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ ഇപ്പോൾ നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ കളറിനനുസരിച്ച് ഇതിൻ്റെ കളറൊന്ന് വേരിയേഷൻ വരും. ഇത് ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.